ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത്. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്, ഒരു ദിവസത്തെ ഉത്സവം. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടാലോ? പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മണ്ണാറശാല അമ്പലത്തിലൊന്ന് കയറേണ്ടി വന്നു. കാരണം നാട്ടിൽ നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ആ ദേവിയുടെ നാളും പേരും പറഞ്ഞിട്ട് നമ്മുടെ മണ്ണാറശാലയിൽ ഒരു വഴിപാട് കഴിപ്പിക്കാനുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണാറശാലയിൽ കയറി ഞങ്ങൾ തൊഴുതിട്ടാണ് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഉച്ചയ്ക്ക്. കാരണം ദേവൂട്ടിക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് അവൾ വന്നതിന് ശേഷമാണ് നമ്മൾ പുറപ്പെടുന്നത്. ഇറങ്ങി നേരെ അമ്പലത്തിലേക്കാണ് വന്നപ്പോൾ നട തുറന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നട തുറന്ന് കയറി തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി. മണ്ണാറശാലയിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഹരിപ്പാടുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോൺ തന്നെ ഞാൻ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് പോയത്. ഒരുപാട് ലേറ്റായി പോയതുകൊണ്ട് പെട്ടെന്നൊന്നും തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും നമ്മൾ ട്രിവാൻഡ്രം വരെ എത്തുന്നത് വരെ നമുക്ക് കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരിടത്ത് കയറി ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ നമ്മുടെ യാത്ര തുടർന്നത്. മണ്ണാറശാല കയറുന്നത് കൊണ്ടാണ് നമ്മൾ നേരെ NH വഴി വന്നത്. അപ്പം മണ്ണാറശാല കയറി കഴിഞ്ഞപ്പോൾ പിന്നെ NH യാത്ര ദുരിതമായതുകൊണ്ട്, പണി നടക്കുന്നത് കൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് MC കയറിയത്. അടൂർ വന്ന് കയറി. അപ്പോൾ ഈ ഒരു ഉത്സവ സീസണാണ് ഇപ്പോൾ ശരിക്കും. കാരണം എല്ലായിടത്തും ഉത്സവങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. റോഡൊക്കെ നല്ല ബ്ലോക്കും ആയിരുന്നു. രാത്രി നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ യാത്രയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് വന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇന്നലെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന്. പിന്നെ അത് ഓർത്തപ്പോഴാണ് സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇനി നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള പരിപാടികളെല്ലാം നോക്കണം. അമ്മുവൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് കേട്ടോ അമ്പലത്തിൽ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. ചെറിയ രീതിയിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ റെഡിയായി, ഞങ്ങളും റെഡിയായി. 10 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി നേരെ അമ്പലത്തിൽ ചെന്നു. അപ്പോൾ അവിടെ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഴയായത് കാരണമാണെന്ന് തോന്നുന്നു പൊങ്കാലയിലൊക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നന്നായിട്ട് തന്നെ തൊഴുതു. കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോ ശരിക്കും ഒരു ഇൻകംപ്ലീറ്റ് വീഡിയോയാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തിയതാണ്. പിന്നെ നമുക്ക് ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വേറെ കുറേ കാര്യങ്ങളായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ടൈം കിട്ടിയില്ല ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം അമ്പലത്തിലാണെങ്കിലും എനിക്ക് വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി പോയിട്ടുണ്ടായി. പിന്നെ നല്ല മഴയുമായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം മീൻസ് നമുക്ക് മഴയത്ത് കുട്ടികളായിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു ഫുൾ വീഡിയോ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി നമുക്കുള്ള ഒരു 2 മാസം, അതായത് മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് വെക്കേഷനാണ്. വെക്കേഷൻ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ അതെല്ലാം നല്ല കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം അത് നടക്കുമെന്നൊന്നും അറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.